മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ വരെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഈ ചെറിയ ഒരു 15-20 മിനിറ്റ് സ്ലോട്ടേ ഉള്ളല്ലോ, അതുകൊണ്ട് ഒരുപാട് വാക്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ചില വാക്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ചില പ്രത്യേകിച്ചുള്ള ചില തോട്ട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ അങ്ങ് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഇത് പ്രയോജനമായി തീരും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി എന്നോട് ചേർന്ന് ഇത് പഠിക്കണമേ, അതുപോലെ തന്നെ നോട്ട്സൊക്കെ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ള ചിന്തയാണ് തന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലെ 3 വാക്യങ്ങളിൽ നിന്ന് നീതിമാൻ വിശ്വാസം ജീവിക്കും എന്നുള്ള ആ ഒരു വാക്കിൻ്റെ സ്ട്രെസ്സ് ഞാൻ ചെയ്ത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, ഇത് രണ്ടും പറഞ്ഞിരുന്നു. കർത്താവിൽ റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, കർത്താവിൻ്റെ നീതി, അതിനെക്കുറിച്ചാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ നീതി എന്താണെന്ന് വെച്ചാൽ അത് സുവിശേഷം, അതാണ് കർത്താവിൻ്റെ നീതി. 17-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് 18 വാക്യങ്ങൾ, 18-19 വാക്യങ്ങൾ ഒക്കെ ഇന്ന് വായിക്കാം എന്ന് വിചാരിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയതല്ല. 17-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 18-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അൺഗോഡ്ലി ആയിട്ടുള്ളവരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്, ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് പറയുന്നു. ഇതിൽ ഈ നമ്മളിനി തുടർന്നുള്ള വാക്യങ്ങൾ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ മനുഷ്യൻ്റെ അഭക്തിയെക്കുറിച്ചും 24 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിലെ അനീതിയെക്കുറിച്ചും ആണ് പറയുന്നത്. ഈ അഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അഭക്തി എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ടല്ലോ, ആദ്യം 10 കൽപ്പനകളിലുള്ള കൽപ്പന, ആദ്യത്തെ കൽപ്പന ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പനകളാണ് 4 അത് ഡിസ്റിഗാർഡ് ചെയ്യുന്നു, അത് അനുസരിക്കാതിരിക്കുന്നു. അതാണ് അഭക്തിയുടെ കാരണം. അതായത് ഈ അഭക്തിയുടെ റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? അനീതി ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുകയാണ്. അന്നേരം ഈ അനീതി ചെയ്യുന്നത് ആരാണ്? എങ്ങോട്ടാണ്? നമ്മുടെ നെയ്ബേഴ്സിനോട് അല്ലെങ്കിൽ മനുഷ്യരോട് ചെയ്യുന്നതാണ് അനീതി. ദൈവത്തോട് ചെയ്യുന്നത് അഭക്തിയെങ്കിൽ ആ മനുഷ്യരോട് ചെയ്യുന്നത് അനീതി. അതായത് ഈ അഭക്തിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് അനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൽ പറയുന്ന ജാതീയ ലോകത്തിന് എന്ന് വെച്ചാൽ വേൾഡ്ലി ആയിട്ടുള്ള, അൺഗോഡ്ലി ആയിട്ടുള്ള ആളുകളുടെ ജീവിക്കുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം സർവ്വലോകവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരാണ്. പാപത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് 18-ാം വാക്യം തൊട്ട് 3-20 വരെ. നമ്മൾ ഒറിജിനലി നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. സിൻ, സാൽവേഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു നോട്ട് ആദ്യം പറഞ്ഞിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 1-17 ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. 18 തൊട്ട് 3-20 വരെ സകല ലോകവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരാണ് എന്ന് വെച്ചാൽ അവർ പാപത്തിൻ്റെ കീഴിലാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. കണ്ടംനേഷൻ എന്നുള്ള വാക്ക്, ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തയാണല്ലോ 18-ാം വാക്യം തൊട്ട് തുടങ്ങുന്നത്. അത് ആദ്യം പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ വഴികളിലൊക്കെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിരാശയും രോഗങ്ങളും എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ ആ മനുഷ്യനെ നോക്കി എന്തൊക്കെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന വേറൊരു മനുഷ്യനെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്, എന്തൊക്കെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നതാണ്
ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, അവൻ നല്ല പ്രോഗ്രസ് ആണല്ലോ, അവന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള അഭിവൃദ്ധി അവൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് അവന് എന്നോട് ഈ വ്യക്തി എന്നോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തത് ദുഷ്ടന് വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. ദുഷ്പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ദുഷ്ടന് ശിക്ഷാവിധി ഉണ്ട്, അത് ഇമ്മീഡിയറ്റ് നടക്കണം എന്ന് ഇല്ല, അവന് ശിക്ഷാവിധി ഉണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11 ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. മനുഷ്യൻ പിന്നെയും ദോഷം ചെയ്യുന്ന കാര്യം എന്താണ്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി അപ്പം തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങളും അപ്പോഴപ്പോഴേ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നതാണ്, ദോഷം ചെയ്യുന്ന പാപി ദീർഘായുസ്സോടെ ഇരിക്കുന്നു, എന്നാൽ അവർക്കൊരു ശിക്ഷയും വരുന്നില്ല. എന്നാലും ഭക്തന്മാർക്ക് തീർച്ചയായും നന്മ വരും. ദുഷ്ടന് കുറേ കഴിയുമ്പോഴേ അവനെ അവിടെ കാണുക പോലുമില്ല എന്ന് പറയുന്നു. ആസാഫിൻ്റെ സങ്കീർത്തനത്തിലും അത് തന്നെയാണ് പറയുന്നത്. പിന്നീട് ഞാൻ തിരിച്ചു വന്നു, സാക്ഷാൽ വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ദുഷ്ടന്മാർ ദുഷ്ടത ചെയ്യുകയും ദൈവത്തോട് അഭക്തി കാണിച്ച് അനീതി ചെയ്യുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും, ഞങ്ങൾക്ക് സാരമില്ല എന്ന് വിചാരിച്ചാൽ അവർക്കൊരു ശിക്ഷാവിധിയുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. അഭക്തി എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ അവഗണിക്കുക, അതിൻ്റെ ഫലമായി മറ്റുള്ളവരോട് അനീതിയോടുകൂടി ജീവിക്കുന്നു. 17-ാം വാക്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപം 18-ാം വാക്യത്തിലെ ദൈവത്തിൻ്റെ കോപം അഭക്തിക്ക് നേരെ, അനീതിക്ക് നേരെ, സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ നേരെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അടുത്ത വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെ ദൈവം കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്, ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യം. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണാം. ഉദാഹരണം പറഞ്ഞാൽ ദൈവത്തെ നേരിട്ട് കണ്ട ആളാണ് ആരാണ്? ആദാം ദൈവത്തെ നേരിട്ട് കണ്ട ആളാണ്. ആദാം 930 വർഷം ജീവിച്ചു. 930 വർഷം ജീവിച്ചു. ആദാമിൻ്റെ കൊച്ചുമോൻ നോഹയുടെ വല്യച്ഛൻ ആയ ലാമാക്ക് ഏകദേശം ലാമാക്കിൻ്റെ വല്യപ്പനായ ആദാമിലൂടെ ഏകദേശം 50 വർഷം ജീവിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം കൊച്ചുമോനായിരുന്നു. ആദാം ശരിക്കും ദൈവത്തെ നേരിട്ട് കണ്ട ആളല്ലേ, ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ള കാര്യമല്ലേ. അപ്പോഴേ ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കൊച്ചുമോൻ്റെ കൂടെ ഈ ആദാം പറഞ്ഞു കൊടുക്കാതിരിക്കും. അതുമാത്രമല്ല, സ്വന്തം മോനായ ഹാബേലിനെ കായീൻ കൊന്ന കാര്യവും അതെല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് കാണും എന്ന് വിചാരിക്കാം. അന്ന് ദൈവവചനം ഇല്ലെങ്കിൽ കൂടിയും ദൈവത്തെ അറിയുവാനായിട്ട് മനുഷ്യൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ നീതി പല സമയങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കുകയും വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നോഹയുടെ ജലപ്രളയം വന്നപ്പോൾ അന്ന് എല്ലാ ലോകത്തിനും എല്ലാ സാമ്രാജ്യത്തിനും അതറിയാമായിരുന്നു ദൈവത്തിൻ്റെ കോപം അന്ന് ഏകദേശം ആദാം സൃഷ്ടിക്കപ്പെട്ട് 1500 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജലപ്രളയം വരുന്നത്. ലോകത്തിൽ അന്ന് 7 തൊട്ട് 10 ബില്യൺ ആളുകളുണ്ടെന്നായിരുന്നു കണക്ക്, ചരിത്രം പറയുന്നത്. അതിനുശേഷമാണ് ആകാശത്തിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ സോദോം ഗോമോറ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കപ്പെട്ടതായിട്ടും കാണും. അതിന് മുമ്പ് അതിന് നടുവിലായിട്ട് ഇപ്പോഴും ചാവുകടൽ നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ മധ്യത്തിലായിട്ട് ചാവുകടൽ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തിനാണ് ചാവുകടൽ ദൈവം ഭൂമിയുടെ മധ്യത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കാരണം എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കോപം കാരണം ദൈവം അനീതി ചെയ്യുന്നവരെ, അസത്യം ചെയ്യുന്നവരെ,
അല്ലെങ്കിൽ അഭക്തിയോട് നിൽക്കുന്നവരെ ദൈവം ന്യായം വിധിക്കും, ദൈവം ശിക്ഷ കൊടുക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ഫ്ലഡ് വന്നത്, ആ ഫ്ലഡ് വന്ന സമയത്ത് അവിടെയുള്ള എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അനേകം ആളുകൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയവർ പറയുന്നത് ഇങ്ങനെയാണ്, ഏകദേശം 280 ഫ്ലഡിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആ സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം കാണിക്കുന്നത് എന്താണ്? ലോകത്തിലുള്ള ജനങ്ങൾക്കെല്ലാം അതറിയാമായിരുന്നു എന്നുള്ളതാണ്. അന്നേരം ദൈവം ഈ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കി കൊടുത്തു. അന്ന് റിട്ടേൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടിയും ദൈവം ഇതെല്ലാം അവർക്ക് പല രീതിയിൽ വെളിവാക്കി കൊടുത്തു എന്ന് കാണും. ആദ്യം ഉള്ള ഈ പാപത്തെക്കുറിച്ച്, സോദോമിൻ്റെയും ഗോമോറയുടെയും പാപത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ആവശ്യമുണ്ട്. കാരണം അതിനതൊരു വലിയൊരു സ്റ്റഡി തന്നെയാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ഇന്ന് പറയാം. 2 പത്രോസ് 2:6 സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുക. അതായത് ഇത് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. എന്താണ്? സോദോമും ഗോമോറയും ദൈവം നശിപ്പിച്ചത്. ദൈവം ശിക്ഷിക്കും. ദൈവം പാപത്തെ സില്ലിയായിട്ട് കാണത്തില്ല. ഞാൻ പാപത്തെ ശിക്ഷിക്കും എന്ന് ദൈവം പറയുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. യൂദയുടെ ലേഖനം 7-ാം വാക്യത്തിൽ അത് ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇന്ന് ദൃഷ്ടാന്തമായിട്ട് കിടക്കുകയാണ്. എന്താണ് കിടക്കുന്നത്? ചാവുകട നമുക്ക് മുമ്പിൽ. നമുക്ക് കാണാൻ ആളുകളൊക്കെ പോയി അതിനകത്ത് കിടക്കുമ്പോഴത് താഴാതെ കോൺസെൻട്രേറ്റഡായിട്ടുള്ള കെമിക്കൽസും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു കടൽ നമ്മുടെ മുമ്പിലുണ്ട്. നിത്യ അഗ്നിയുടെ ഒരു ദൃഷ്ടാന്തം. അന്യജഡത്തെ മോഹിച്ച മനുഷ്യനെ ദൈവം ശിക്ഷിക്കുമെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം. ഈ സ്ഥലമൊക്കെ ഏത് രീതിയിലായിരുന്നു അറിയാമോ? ദൈവത്തിൻ്റെ സ്ഥലങ്ങൾ അത് ഒരു ഏദൻ തോട്ടം പോലെയായിരുന്നു. ഏദൻ തോട്ടം പോലെ. ലോത്ത് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകം 13:10 അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമരെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. യഹോവയുടെ തോട്ടം എന്ന് പറയുന്നത്, യഹോവയുടെ തോട്ടം ദൈവം ഉണ്ടാക്കി നനച്ച് ഏദൻ തോട്ടം പോലെ അതേ രീതിയിലുള്ളൊരു തോട്ടമായിരുന്നു. ആ തോട്ടം നിന്ന സ്ഥലത്തെയാണ് ദൈവം ഗന്ധകവും തീയും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞത്. അതിപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായിട്ടുണ്ട്. അത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഭൂമിയുടെ മധ്യസ്ഥലത്ത്. നമ്മൾ നോട്ട് ചെയ്യുന്നവർ അത് റെഫർ ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യുക. എഹെസ്കേൽ 5:5, എഹെസ്കേൽ 38:12, യെശയ്യാവ് 19:24. അത് ഞാനൊന്ന് വായിക്കാം. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി, മിസ്രൈമിനോടും അശ്ശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. ഭൂമിയുടെ മധ്യയാണ് ഇസ്രായേൽ. ഇറ്റ് ഈസ് ഇൻ ദ മിഡ് പോയിന്റ്, ലോകത്തിൻ്റെ നടുഭാഗത്ത്. എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊരു മർമ്മമായിട്ട് എല്ലാവരും കാണാനായിട്ടൊരു ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കും. റോമർ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ 19-ാം വാക്യമാണ് പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നത് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അന്നേരം ദൈവം അവർക്ക് ദൃഷ്ടാന്തമായി വെളിവാക്കി വെച്ചിരിക്കുകയാണ്. ദൈവം ഉണ്ടെന്നും അവൻ അനീതിക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ മനുഷ്യന് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അഭക്തിക്കെതിരായി ദൈവം ന്യായം വിധിക്കുമെന്ന് ദൈവം പറയുന്നു. ഇതിനെതിരായിട്ട് പറയുമ്പോഴേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിവുണ്ട്. എന്നാൽ ഈ സത്യം അറിഞ്ഞിട്ടും ഈ ദൈവത്തിന് നമ്മൾ അതിന് എതിരായിട്ട് ആ സത്യത്തെ തടുക്കുന്ന ആ മനുഷ്യരുടെ അഭക്തിയോടുകൂടെ ചേരുകയാണ്. അങ്ങനെയുള്ളപ്പോഴെന്താ സംഭവിക്കുന്നത്? നമുക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഉണ്ടാകും എന്ന് മറന്നുപോയി. ഞാൻ ഇവിടെ ഇന്നത് കൺക്ലൂഡ് ചെയ്യുകയാണ്.
തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് 2 വാക്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ്. ദൈവത്തിൻ്റെ കോപത്തിന് ആകാതെ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന സുവിശേഷത്തിൽ നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക ആകുക. ദാറ്റ് മീൻസ് സുവിശേഷം എന്ന് പറയുന്നത് ഗോസ്പൽ, യേശു ക്രിസ്തു, സത്യവചനമായ യേശു നമ്മളെ വീണ്ടെടുത്ത യേശുവിൻ്റെ വഴികൾ നമ്മളാകുക. അതാണ് ഈ പഠനത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന വലിയൊരു ടേക്ക് അവേ, നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോഴും ഈ അഭക്തി മാർഗത്തിൽ തുടർന്ന് അനീതി ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് പൈശാചികമാണ്, അത് പിശാചി ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ, നമുക്ക് ദൃഷ്ടാന്തമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. ഭക്തി കെട്ടവർക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്ന സോദോമും ഗൊമോറയും, നമ്മുടെ മുമ്പിൽ ചാവുകടലായിട്ട് ദൃഷ്ടാന്തമായിട്ട് ലോകത്തിൻ്റെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന, ഇതൊക്കെ തന്നെ കാണിക്കുന്ന ദൈവം വെളിപ്പെടുത്തിയിട്ടും അതിനെതിരായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള അനുഭവത്തിൽ നമ്മൾ ഒരിക്കലും ആകരുത്. ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില വെളിപ്പാടുകൾ തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തി നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്ന് കാണുന്നു. കർത്താവേ, ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവേ, അത് ഞങ്ങൾ മനസ്സിലാക്കുകയും ഈ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. കർത്താവേ, ചില വ്യക്തികൾ വയറ്റിൽ അൾസറായിട്ട് ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, നീ വലിയൊരു വിടുതൽ നീ അയക്കണമേ. കർത്താവേ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവേ, ഒരുപാട് പ്രയാസങ്ങൾ വയർ സംബന്ധമായിട്ടുണ്ട്, കാലിന് നീരും വേദനയുമായിരിക്കുന്നു. ദൈവമേ, നീ സഹായിക്കണമേ, നിൻ്റെ വലിയ വിടുതലുകൾ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ഈ ദിവസങ്ങളിലെ നിൻ്റെ സന്നിധിയിലെ നെടുവീർപ്പോടുകൂടി കർത്താവെ, കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുന്ന അപേക്ഷയാചനകൾ നീ കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരപ്പാകാനുള്ളിടത്തൊക്കെ നിരപ്പാകാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഗ്നൻസിയിലിരിക്കുന്ന ആരോ ചിലർ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ പൊസിഷൻ നോർമൽ അല്ലാതെ ഇരിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. അത് ശരിയാകാനായിട്ട് ഈ സമയത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ കർത്താവെ, ആ കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ ടേൺഡായി കറക്റ്റായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവെ, നീ ഒരു ക്രിയേറ്റീവായിട്ടൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വ്യക്തികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം കാണുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. ദൈവത്തെ അറിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമുക്ക് ഒരു 1-2 വാക്യത്തിൽ കൂടുതൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റുകൾ ആ പ്രയർ ലൈനിൽ നിങ്ങൾ അയച്ചു തരികയോ വിളിച്ച് പറയുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.